ഈ യാത്രയുടെ ഹൈലൈറ്റ്സ് എന്താണെന്ന് വെച്ചാൽ കിഡ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു സ്ട്രെസ്സും ഇല്ല. ഫുഡ് അടിക്കുക, എക്സ്പ്ലോർ ചെയ്യുക, അത് മാത്രമായിരുന്നു നമ്മൾ ചിന്തിച്ചത്. സിക്സ് 30 ആയപ്പോൾ തന്നെ ഞങ്ങൾ SF-ലെത്തിയായിരുന്നു. നേരം വെളുത്ത് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊന്ന് വട്ടം കറങ്ങി തിരിച്ചു വന്നപ്പോഴത്തേനും 7:30 ബസ് റെഡി. ഞങ്ങൾ കയറി ഒരു 10 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തപ്പോഴത്തേനും ആൾക്കാരൊക്കെ എത്തി, വണ്ടി പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ ഡ്രൈവർ സാൻ ഫ്രാൻസിസ്കോയുടെ ഹിസ്റ്ററിയും ഇമ്പോർട്ടൻ്റ് ലാൻഡ്മാർക്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് നമുക്ക് ചെല്ലേണ്ട സ്ഥലത്തെത്തി. മോയ് റോഡ്. പണ്ടിവിടെ പോയതിൻ്റെ ഒരു ട്രോമ എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഈ യാത്ര ഡ്രൈവ് ചെയ്യുന്നില്ല ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിമനോഹരമാണ് ഈ സ്ഥലം. റെഡ് വുഡ്സിൻ്റെ മനോഹരമായ ബ്യൂട്ടി, ഇടയ്ക്കേക്കൂടെ ഒഴുകുന്ന ചെറിയ ചെറിയ അരുവികൾ. ഒത്തിരി ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. 1.5 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരണമെന്ന് ബസ് ഡ്രൈവർ പറഞ്ഞതിനനുസരിച്ച് ഞങ്ങൾ തിരിച്ചെത്തി. വീണ്ടും ബസ്സിൽ കയറി. അവിടുന്ന് ബസ് നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു ചെറിയ ടൗണിലേക്കാണ്, ഒരു കോസ്റ്റൽ ടൗൺ, സോസലീറ്റ. നല്ല മനോഹരമായ വൃത്തിയുള്ള നല്ലൊരു നഗരം, ചെറിയ സിറ്റി. അവിടെ ഞങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്തു. കുറച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ കയറി. എന്നിട്ട് നമ്മൾ ബസ്സിനോട് ബബായി പറഞ്ഞു വിടുന്നു. ഞങ്ങൾ തീരുമാനിച്ചിരുന്നു ബസ് ഇവിടുന്ന് എടുക്കണ്ട, പകരം ഒരു ലോക്കൽ ട്രാവലറെ പോലെ നമുക്കിവിടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകാമെന്ന്. അങ്ങനെ അതിന് ഞങ്ങൾ തീരുമാനിച്ചത് ഫെറിയാണ്. ഫെറി നമ്മുടെ ലോക്കൽ ബോട്ട് സർവീസൊക്കെ നടത്തുന്ന പോലെയുള്ളൊരു ഫെറി. സോസലറ്റേന്ന് SF-ലേക്ക് അത് നമ്മൾക്ക് 30 മിനിറ്റ്സ് തരും. പക്ഷേ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോസലറ്റയുടെയും സാൻ ഫ്രാൻസിസ്കോയുടെയൊക്കെ മനോഹരമായ ഒരു ബ്യൂട്ടി നമുക്കിവിടെ കാണാൻ കഴിയും. അങ്ങനെ ഞങ്ങൾ ഫെറി വരാനായിട്ട് വെയിറ്റ് ചെയ്തു. അവസാനം ഫെറി വന്നു, നമ്മളതിനകത്ത് കയറി. അങ്ങനെ SF-നോട് എടുക്കുമ്പോൾ നമുക്ക് കാണാം വൺ ഓഫ് ദ ലാൻഡ്മാർക്ക്, ഒരു ഫെറീസ് വീൽ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂറുണ്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തോടത്തേക്ക്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് നടക്കാൻ തീരുമാനിച്ചു, സിറ്റി എക്സ്പ്ലോർ ചെയ്തിട്ട്. പോണ വഴിയിലുള്ള കാഴ്ചകളും ബിൽഡിങ്ങുകളുടെ ആർക്കിടെക്ചറൽ ബ്യൂട്ടിയൊക്കെ കണ്ട് ഞങ്ങൾ നടക്കാൻ തുടങ്ങി. മനോഹരമായ സ്ട്രീറ്റുകൾ. അങ്ങനെ നടക്കുന്നതിനിടയിലാണ് ഒരു ചർച്ച ഞങ്ങളുടെ കണ്ണിപ്പെടുന്നത്. സെയിൻറ്റ് ഫ്രാൻസിസ് അസിസിയുടെ നാമധേയത്തിലുള്ള ഒരു ചർച്ചയാണ്. അത് ഞായറാഴ്ച ആയതുകൊണ്ടും ഒരു ഗിൽറ്റി ഫീലിങ്സ് പള്ളിയിൽ പോകത്തുള്ളതുകൊണ്ടും ഞങ്ങൾ വിചാരിച്ചെന്ന് അകത്ത് കയറി ഇന്ന് പ്രാർത്ഥിക്കാം. അകത്ത് കയറി നല്ല മനോഹരമായൊരു ദേവാലയം, നല്ല ബ്യൂട്ടിഫുൾ ആർക്കിടെക്ചറൽ വ്യൂസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഫോട്ടോ എടുക്കാൻ പരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ എടുത്തില്ല, വീഡിയോ എടുത്തില്ല. അങ്ങനെ ഏകദേശം 1 മണിക്കൂറത്തെ നടത്തത്തിന് ശേഷം ഞങ്ങൾ ഹോട്ടലിൽ തിരിച്ചെത്തി. നല്ല സൂപ്പർ ടയർഡായിരുന്നു. ഓൾമോസ്റ്റ് 30,000 സ്റ്റെപ്സാണ് അന്ന് ഞങ്ങൾ